കൃപാവരങ്ങൾ എന്നാൽ ആത്മീയ വരങ്ങളാണ്. കർത്താവ് തൻ്റെ രക്ഷിക്കപ്പെട്ടു വരുന്ന മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന ഹല്ലേലൂയ ആത്മീയ വരങ്ങളാണ് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയാണ്. ഹല്ലേലൂയ. ഇത് തിരുവചനം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 7:37, 38, 39. ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ദാഹിക്കുന്നവൻ, പരിശുദ്ധാത്മാവ് വേണമെന്ന് ദാഹമുള്ളവൻ കർത്താവിൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ജീവജലത്തിൻ്റെ നദികൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറയുന്നത്. ഹല്ലേലൂയ. തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, അതായത് വിശ്വാസിക്ക് നൽകുന്ന ആത്മാവിനെ കുറിച്ചാണ് കർത്താവായ യേശു ക്രിസ്തു ഡയറക്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. മത്തായി 2:11. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയിലും സ്നാനം കഴിപ്പിക്കും. ഇങ്ങനെ വരുന്ന ഒരു ദൈവമകന് ഉള്ളതാണ് ഈ തിരുവചനം കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 12:8, 9, 10. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 12:8, 9, 10. ഹല്ലേലൂയ. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. ഹല്ലേലൂയ. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം. ഹല്ലേലൂയ. മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, മറ്റൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. പ്രിയമുള്ളവരെ, ഇതാണ് വചനം പറയുന്നത്. അതായത് കർത്താവിൽ നിന്നും പലർക്കായി വീതിച്ചു കിട്ടുന്ന വരം ഒരു ദൈവ സഭയ്ക്ക് എല്ലാ വരങ്ങളും കിട്ടുന്നു. അതായത് സഭയിൽ പലരും. ഹല്ലേലൂയ. അപ്പോൾ ഈ വരങ്ങൾ ഓരോരുത്തർക്ക് കിട്ടിയാൽ ഹല്ലേലൂയ കൃപാവരങ്ങൾ പൂർണ്ണതയോടെ സഭയിൽ ലഭിക്കുന്നു. സഭയ്ക്ക് എല്ലാ വരങ്ങളും കിട്ടുന്നു. ആ അനുഭവം സഭയിൽ പ്രാവർത്തികമാക്കണം. ഹല്ലേലൂയ. സഭയിൽ പ്രാവർത്തികമാക്കണം. ഹല്ലേലൂയ. മർക്കോസ് 16:17 പറയുന്നവർ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതു ഭാഷകളിൽ സംസാരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരുമെന്ന് ഉറപ്പാണ് സംസാരിക്കുന്നത്. വരും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് പ്രവചനദൂത്, പ്രവാചക ശബ്ദം, ഇതിൽ കൂടെ നിന്നുകൊണ്ട് ഞാൻ വിവരിക്കുന്നു. ഹല്ലേലൂയ. സഭയിലുള്ള അഭിഷേകം പ്രാപിച്ചവർ ആത്മീയ അനുഭവ സാക്ഷ്യങ്ങൾ സഭയിൽ എഴുന്നേറ്റ് പറയുക. ഇങ്ങനെ സാക്ഷ്യങ്ങൾ ഓരോ പ്രാവശ്യം പറയുമ്പോൾ ആത്മാവിൻ്റെ അനുഭവങ്ങൾ കൂടി വരും. അപ്പോൾ ഇവരിൽ കൂടി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു തുടങ്ങും. ഇവരുടെ അനുഭവം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ആത്മീയ അനുഭവം ഉണ്ടായിത്തുടങ്ങും. ഹല്ലേലൂയ. അങ്ങനെ സഭ മുഴുവനും, അതായത് ഒരു 90% മീതെ അഭിഷേകവും കൃപാവരങ്ങളും പ്രാപിച്ചവരായി തീരും. ഹല്ലേലൂയ. ഇത് സഭയിൽ നടക്കണം. അതാണ് ആത്മീയ അനുഭവ സാക്ഷ്യത്തിന് സഭയിൽ അവസരം കൊടുക്കണം. ഹല്ലേലൂയ. ഈ ആത്മീയ അനുഭവ സാക്ഷ്യം എന്നാൽ ആരാധനയുടെ ഒരു പ്രധാന ഭാഗമാണ്. കാരണം ദൈവസഭകളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകണം. അപ്പോഴാണ് ദൈവസഭയാവുന്നത്.
ഈ പ്രവർത്തനം പൗരോഹിത്യ സഭകൾ ചെയ്യുന്നില്ല. കാരണം പൗരോഹിത്യ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ല. അതായത് ആത്മീയ അനുഭവം ഇല്ല. പ്രിയരെ, ഇന്ന് പെന്തക്കോസ്ത് സഭകളും ഈ രീതി അവലംബിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെ സഭകളിൽ ജനത്തിന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ കഴിയും? അതായത് സഭയിൽ ഈ സാക്ഷ്യം നടക്കാതിരിക്കാൻ പ്രവർത്തിക്കുന്നത് ശത്രുവിൻ്റെ തന്ത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ അനുഭവ സാക്ഷ്യം എന്നാൽ പാട്ട്, പ്രാർത്ഥന, വചന സന്ദേശം ഇതുപോലെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആത്മീയ അനുഭവ സാക്ഷ്യം സഭയിൽ എഴുന്നേറ്റ് പറയുന്നത്. എങ്കിലേ ദൈവസഭയുടെ ആത്മീയ ലക്ഷ്യത്തിലെത്താൻ പറ്റുകയുള്ളൂ. വളരെ പ്രിയരെ, അഭിഷേകം പ്രാപിച്ചവരും പ്രവചനദൂതും ഉള്ളവരെ അംഗീകരിക്കണം. അതിന് സഭകൾ ചെയ്യുന്നില്ല. ഹല്ലേലൂയ. ഇവിടെയാണ് വെളിച്ചദൂതനെ പറ്റി പറയേണ്ടി വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. വെളിച്ചദൂതന്മാരാണ് സഭയിൽ പോരാടുന്നതും ആത്മീയരെ തകർപ്പാൻ പ്രവർത്തിക്കുന്നതും. അപ്പോൾ സഭകൾ വെളിച്ചദൂതന് ഇടം കൊടുക്കുന്ന പ്രവണതയാണ് ഇന്നും ഉള്ളത്. ഹല്ലേലൂയ. ഇന്ന് പെന്തക്കോസ്ത് സഭകൾക്കുള്ളത്, ഇന്ന് പലരും അവൻ്റെ തന്ത്രത്തിൽ വീഴുകയാണ് ചെയ്യുന്നത്. കാരണം സഭകൾ ആത്മീയ പൂർണ്ണതയിൽ എത്തുന്നില്ല. അതിനുവേണ്ടി സഭകൾ പ്രവർത്തിക്കുന്നുമില്ല. ജനം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ വചനം എന്ന പാൽ മാത്രമേ കിട്ടുന്നുള്ളൂ. കട്ടിയുള്ള ആഹാരം സഭകൾ ശ്രദ്ധിക്കുന്നതേയില്ല. അതാണ് കൃപാവരങ്ങളുടെ ആവശ്യം. കൃപാവരങ്ങൾ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആത്മവചനം അനുസരിച്ച് ആത്മീയ അനുഭവത്തിനായി പ്രവർത്തിക്കുന്നില്ല. ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ മുന്നേറ്റം ഉണ്ടാകുവാൻ സഭകൾ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മത്തായി 7:37-38 പറയുന്നത്, അതായത് കൊയ്ത്ത് വളരെ ഉണ്ട്, എന്നാൽ വേലക്കാരോ കുറവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേലക്കാരോ കുറവ്. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ സഭകൾ അഭിഷേകത്തിൽ നിറഞ്ഞാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. അങ്ങനെ ജീവനുള്ള ദൈവത്തെ, ദൈവശക്തിയെ പുറത്ത് ജനം അറിയും. ഹല്ലേലൂയ. അവർ പെന്തക്കോസ്ത് ആത്മീയ അനുഭവത്തിലേക്ക് കടന്നു വരും. അനേകം രക്ഷ പ്രാപിക്കും. സഭകൾക്കുള്ളിൽ രോഗസൗഖ്യവും പൈശാചിക ബന്ധനങ്ങളെ അഴിച്ചുവിടുകയും അത്ഭുതങ്ങളും സംഭവങ്ങളും നടന്നാൽ പൗരോഹിത്യ സഭയിൽ നിൽക്കുന്ന ജനം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതാണ് അവർക്ക്. പക്ഷേ അവർ സത്യം തിരിച്ചറിയുന്നില്ല. ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുന്നില്ല. ദൈവശക്തിയെ തിരിച്ചറിയുന്നില്ല. അവർ ഇത് സംഭവിച്ചു കണ്ടു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അവർ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നു വരും. മറ്റു മതവും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതിന് അവസരം ഒരുക്കേണ്ടത് പെന്തക്കോസ്ത് ആത്മീയ അനുഭവമുള്ള അവസരം ഒരുക്കാൻ സഭയെ ഒരുങ്ങണം. ക്രിസ്തുവിൻ്റെ പുതിയ നിയമം പെന്തക്കോസ്ത് ആത്മീയ അനുഭവമാണ്. ഹല്ലേലൂയ. സുവിശേഷം തൊട്ട് വെളിപ്പാട് വരെ കാണിക്കുന്നത്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഓരോ സഭയുടെയും ചുറ്റുമുള്ള സ്റ്റേറ്റുകൾ രക്ഷയുടെ മാർഗത്തിലേക്ക് വരും. അതാണ് ദേശം ദൈവത്തിനുള്ളതായി തീരും. ഹല്ലേലൂയ. വിഷയം ഇവിടെ ഞാൻ നിർത്തുന്നു. പറഞ്ഞുകൊണ്ട് കേട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം